back to Creative Thinking. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ നല്ല നാടൻ പഴം പൊരിച്ചതും പിന്നെ നാടൻ സ്റ്റൈലിലെ ബീഫ് ഉലർത്തിയതുമാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം നല്ലൊരു സുലൈമാനിയും ഉണ്ടാക്കാം. ഇത് ആദ്യത്തെ ഭാഗമാണ്. ഇവിടെ ഞാൻ പഴംപൊരിയും സുലൈമാനിയും ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് പൊരിച്ചത് രണ്ടാമത്തെ ഭാഗത്ത് അപ്ലോഡ് ചെയ്യും. പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ: 1 കപ്പ് മൈദയും 1/2 കപ്പ് കടലമാവും, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടണം. അരിപ്പൊടി ഇട്ടാൽ ക്രിസ്പിനെസ് കിട്ടും. ഉപ്പ് ആവശ്യത്തിന്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം ഇളക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കണം. വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ചേർക്കരുത്. വെള്ളം കുറേശ്ശെ ചേർത്ത് ഇളക്കി അതിൻ്റെ കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇതായിരിക്കണം ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. വെള്ളം കൂടിയാൽ എണ്ണയിൽ മാവ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവിരിക്കണം. നമ്മൾ 3 വലിയ ഏത്തയ്ക്കാണ് എടുക്കുന്നത്. 3 വലിയ ഏത്തയ്ക്ക 3ആയി നീളത്തിൽ കീറി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവേ മുറിച്ച് 3ആയി കീറി ഉണ്ടാക്കാനാണെങ്കിലും മതി. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ പഴം മുക്കി പൊറിക്കാം. പഴം മുക്കി പൊറിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാകുമ്പോൾ വിരൽ മുക്കി എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഏത്തയ്ക്കപ്പവും ഇതുപോലെ നമ്മൾ പൊരിച്ചിട്ട് വരാവുന്നതാണ്. ഏത്തയ്ക്കപ്പത്തിൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് പൊരിച്ചത്, ബീഫ് ഉലർത്തിയത്. അതുണ്ടാക്കുന്നത് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഇടുന്നുണ്ട്, അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് സുലൈമാനി ഉണ്ടാക്കാം. സുലൈമാനിക്ക് 4 പേർക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിക്കാം. വെള്ളം നമുക്ക് അടുപ്പേ വയ്ക്കാം. ഇനി ഒരു 4-5 പുതിന ഇല ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് പുതിന ഇല ഇടുമ്പോൾ. ഇതോടൊപ്പം പട്ട, 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ഏലയ്ക്ക, ഇതെല്ലാം ഇട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തേയില ഇടാം. ഒരു വലിയൊരു സ്പൂൺ തേയില ഇടാം. കൂടാനും പാടില്ല, തേയില കഴിക്കും. തേയിലയിട്ട് നല്ലതുപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നാരങ്ങ, ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഭാഗം എടുത്ത് പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. അതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനൊന്ന് സെർവ് ചെയ്യാം. ഗ്ലാസ്സിൽ കപ്പിലത് ഒഴിച്ച് ഒരു ചെറിയൊരു പുതിനയിലെ മേളിലേക്ക് ടോപ്പിംഗ്. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.